ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂലേക്ക് അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്ന നമ്മുടെ പേര് നേരെ ഒരു ഇമോഷണൽ കോർട്ടൂൺ ഡ്രാമയാണ്. നേരിന്റെ ഡയറക്ടർ ജിത്തു ജോസഫാണ്. തിരക്കഥ ശാന്തിനി മായാദേവി, ജിത്തു ജോസഫ് ചേർന്നാണ് തിരക്കഥ രചിച്ചിട്ടുള്ളത്. നിർമ്മാണം ആശീർവാദ് ഫിലിംസ് ആണ്. ഇതിന്റെ കാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മോഹൻലാൽ, പ്രിയമണി, ജഗദീഷ്, സിദ്ദിഖ്, അനശ്വര രാജൻ, ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് വന്നുള്ളത്. ബാക്കിയും ഒരുപാട് താരങ്ങളുള്ള പല വ്യക്തിയുടെയും പേരറിയില്ല, അതുകൊണ്ട് ആരുടെ പേരും എടുത്ത് പറയാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കോർട്ടൂൺ ഡ്രാമ തന്നെയാണ്. അവർ മുന്നേ തന്നെ ഇന്റർവ്യൂസിന് പലതും പറഞ്ഞിരുന്നു. ഇതിന്റെ ടൈറ്റിൽ പോലും അങ്ങനെയാണ് എഴുതി കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനോട് 100% ഒരു നീതി പുലർത്തിയ നല്ലൊരു ചിത്രം തന്നെ നേരിടുന്ന തന്നെ ഏറ്റവും ഞാൻ പറയട്ടെ. കാരണം ഇമോഷണലായി കാണുന്ന പ്രേക്ഷകർ നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരിട്ട് സ്റ്റോറിലോട്ട് നമുക്ക് വരാം. ഇതിന് ട്രെയിലർ കണ്ട ഓരോ വ്യക്തിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് തുടക്കം തന്നെ ആ ട്രെയിലർ തന്നെ ഒരു പോലീസ് ഫോൺ കോളാണ് തുമ്പ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാവുന്നു, പോലീസ് അങ്ങോട്ട് പോകുന്നു. ആ ഭാഗം തന്നെയാണ് കാണിച്ചത് തുടക്കം തന്നെ. പിന്നീട് അവിടെ തൊട്ട് കൊടുക്കും വരെ എവിടെയും ബോറടിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവായി എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ തിരക്കഥ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ തിരക്കഥ ഒരുക്കി വെച്ചത് കൊണ്ട് തന്നെ എവിടെയും ഒരു ആ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ഒരു നദി ഒഴുകും പോലെ നല്ല നീറ്റായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഈ സ്റ്റോറിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ട്രെയിലർ ഡീകോഡ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അനശ്വരാജൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് കണ്ണ് കാണൽ ബ്ലൈൻഡ് കഥാപാത്രമാണ് ചെയ്യപ്പെടുന്നത്. അത് റേപ്പ് ചെയ്യപ്പെടുന്നു, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ചിത്രം കണ്ടുമ്പോൾ അതിൻ്റെ സ്റ്റോറിയായിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ളത് അത് തന്നെയാണ് 100% ഡീകോഡ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണോ അത് തന്നെയാണ് ചിത്രത്തിൽ ഉള്ള കാര്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒന്നാമത് ഘടകമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ സ്റ്റോറിലോട്ട് പരിശോധിക്കുമ്പോൾ കണ്ണ് കാണാത്തൊരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു. പക്ഷേ അവളെ റേപ്പ് ചെയ്ത് ആരും കണ്ടിട്ടില്ല, അവൾ മാത്രമാണ് ഒരു സാക്ഷിയായിട്ടുള്ളൂ. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇമോഷനോട് കാണാൻ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാം ഇതാണ് പ്രതിയെന്ന്. പക്ഷേ പ്രതിയെ ശിക്ഷിക്കാനുള്ള തെളിവുകളോ കാര്യങ്ങളൊന്നും ഇല്ല. അതായത് കോടതി വെറുതെ വിടുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിച്ച് വീണ്ടും ആ കേസ് റീഓപ്പൺ ചെയ്യുന്നു. പിന്നീട് എങ്ങനെയാണ് അയാൾക്ക് ശിക്ഷ മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മുന്നോട്ട് പോയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് പറയാനുള്ള ഇതിൻ്റെ ഇമോഷൻസ് ആയിട്ട് വരുന്ന സീൻസ് തന്നെയാണ്. അത് ഗംഭീരമായി തന്നെ ഇമോഷൻസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം കാണുന്ന പ്രേക്ഷകന് എവിടെയാണ് ഇമോഷനെ കണ്ടു ചെയ്യാൻ സാധിക്കുക അത് തന്നെയാണ് നല്ല രീതിയിൽ തന്നെയാണ് അവർ എടുത്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ല നമ്മൾ ചേർത്തിയാല ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഇമോഷൻ ആവാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒരു പോസിറ്റീവ് ഘടകമായി എനിക്ക് തോന്നി. അപ്പോൾ ഡയറക്ഷൻ്റെ കാര്യം നമുക്ക് പറയാൻ സാധിക്കും, ജിത്തുവിനൊരു മേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പയ്യെ തുടങ്ങി പിന്നീടാണ് കത്തിക്കയറുന്ന ഒരു തീ പോലെ തന്നെയാണ് ജിത്തുവിൻ്റെ ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം തന്നെയാണ്. അതും ഇതേപോലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. തിരക്കഥയും മറ്റൊരു പോസിറ്റീവ് ഘടകങ്ങളോട് പെടുത്താവുന്ന നല്ലൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ് തിരക്കഥയും. അപ്പോൾ ഇത്രയേറെ ഘടകങ്ങളൊക്കെ തന്നെയാണ് നേരിൻ്റെ പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നുന്നില്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ച ഓരോ വ്യക്തി തന്നെയാണ്. ഒന്നാമത്തെ എനിക്ക് പോസിറ്റീവ് പറയാൻ സാധിക്കുന്നത് അനശ്വര രാജൻ എന്ന് പറയുന്ന ആ നടിയുടെ ഒരു കഥാപാത്രം തന്നെയാണ്. അനശ്വര എന്ന് പറയുമ്പോൾ ഒരു കണ്ണ് കാണാത്ത ഒരു കഥാപാത്രമായി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ പരിമിതികളുണ്ട്. കാരണം ഇത്രയും പരിമിതികൾ നല്ല രീതിയിൽ തന്നെ ഇമോഷണലായി ആക്ട് ചെയ്യണം, ബോൾഡായി നിൽക്കണം, ചില ഭാഗത്ത് പ്രതികരിക്കേണ്ട ഭാഗത്ത് പ്രതികരിക്കണം, അങ്ങനെ ആൾക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് എടുത്ത് പറയാം. അല്ലെങ്കിൽ നേരെന്ന് പറഞ്ഞ ചിത്രത്തിൽ നട്ടലെന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന അനശ്വരയുടെ മികച്ചൊരു പ്രകടനം തന്നെയാണ്. അത് ഗംഭീരമായിട്ടുള്ള കൈയ്യടി തന്നെ അവർ അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രകടനം എനിക്ക് പറഞ്ഞാൽ സിദ്ദിഖിൻ്റെ ഒരു പ്രകടനം തന്നെ. സിദ്ദിഖ് ഒരു വക്കീലായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. രാജശേഖരൻ മണ്ഡല വക്കീൽ എന്ന് പറയുന്ന കഥാപാത്രമാണ് സിദ്ദിഖ് വന്നിട്ടുള്ളത്. സിദ്ദിഖ് അത് ഗംഭീരമായിട്ടും ചെയ്തു. ചില ഭാഗത്ത് സിദ്ദിഖിന് മോന്തവിട്ടൊന്ന് കൊടുക്കാൻ തന്നു, അത് ഗംഭീരമായിട്ട് തന്നെ സിദ്ദിഖ് ചെയ്തു. അതുപോലെ തന്നെ ജഗദീഷിൻ്റെ കഥത്തിൽ എടുത്തു പറഞ്ഞു. കാരണം ഒരു അച്ഛൻ്റെ ഒരു മാനസിക സംഘർഷമായ അവസ്ഥ, അതുപോലെ ഇമോഷണലായിട്ട് വരുന്ന ഒരുപാട് സീൻസുകളുണ്ട്. ഒരു അച്ഛൻ എങ്ങനെ മകൾക്കൊപ്പം തണലായി നിൽക്കണം അല്ലെങ്കിൽ താങ്ങായി നിൽക്കണമെന്ന് കാണിച്ചു തന്നിരുന്ന ഒരു നല്ല ചിത്രം തന്നെയാണ് നേരെന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അതിനോടൊപ്പം തന്നെയാണ് മറ്റൊരു പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ അനശ്വരയുടെ അമ്മ കഥാപാത്രമായി ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട്. അവരുടെ പേരറിയില്ല. ഈ പ്രണവിലാസത്തിലെ അർജുനേശൻ്റെ അമ്മയായിട്ട് വന്ന കഥാപാത്രമാണ്. ശ്രീജ എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേരെന്ന് തോന്നുന്നു, വ്യക്തമായിട്ട് എനിക്കറിയില്ല. അവർ ഗംഭീരമായിട്ടുള്ള രീതിയിൽ തന്നെ ഓക്കെ ലെവൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഗണേഷ് കുമാർ നല്ല രീതിയിൽ തന്നെ കഥാപാത്രമായി അവതരിപ്പിച്ചു. അതുപോലെ തന്നെ മോഹൻലാൽ എടുത്ത് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ കാര്യം തന്നെയാണ്. ഏറ്റവും ആദ്യം പറയാത്തൊന്നും കാര്യമല്ല, നമുക്ക് ലാലേട്ടനെ കുറിച്ച് എത്ര പറഞ്ഞാലും വിശേഷങ്ങൾ ഏറെ തന്നെയാണ്. കാരണം നമുക്കറിയാം കുറേ കാലം ശേഷം ലാലേട്ടൻ തിരിച്ചു വന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കഴിവ് ഇവിടെ തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വേണ്ട രീതിയിലുള്ള തിരക്കഥ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഡയറക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ്. ജിത്തു ജോസഫിൻ്റെ കയ്യിൽ നമ്മൾ ലാലേട്ടനെ കിട്ടിയപ്പോൾ നല്ല രീതിയിൽ തന്നെ ലാലേട്ടനെ അദ്ദേഹം ഒരുക്കി വെച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഭീരമായ രീതിയിൽ തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുള്ളത്. ലാലേട്ടനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് പറയുക, അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്ത മികച്ച പ്രകടനം തന്നെയാണ് നേരെന്ന് പറഞ്ഞ ചിത്രത്തിൽ കാണാൻ സാധിക്കുക. കാരണം ഇമോഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ അധികം ബാധിക്കുന്ന സീൻസ് തന്നെയാണെങ്കിലും, കാരണം കാണുന്ന പ്രേക്ഷകർ നല്ല നല്ല ടച്ച് ചെയ്യപ്പെടുന്ന സീൻസ് ഒരുപാടുണ്ട്. കാരണം പല സീൻസിലും അദ്ദേഹം ഒരു നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ തോന്നുന്നുണ്ട്. അത് കാണുന്ന പ്രേക്ഷകർക്കും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നാണം കെടുന്ന പോലെ അല്ലെങ്കിൽ അത്ര ഒരു ടച്ച് ചെയ്യാൻ കഥാപാത്രം മുന്നോട്ട് നിൽക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇമോഷണലായിട്ട് പല സീൻസും അദ്ദേഹം ചെയ്യുന്നുണ്ട്. പല സീൻസിലും അദ്ദേഹം ഡയലോഗ് അല്ലെങ്കിൽ മുഖത്ത് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ നിസ്കാരാവസ്ഥ അല്ലെങ്കിൽ
അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നിൽക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ ചിത്രത്തിലുണ്ട്. അതെല്ലാം ഗംഭീരമായി തന്നെ ആ മനുഷ്യൻ ചെയ്തു. പണ്ട് പറഞ്ഞ ലാലേട്ടൻ്റെ വിരലിൽ പോലും അഭിനയിക്കുന്നത് ലാലേട്ടൻ അതിലും തീർച്ചയായിട്ടും അതിനേക്കാൾ ഒരുപാട് മുമ്പിൽ തന്നെയാണ് നേരിൽ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. കാരണം കുറച്ച് സ്പേസ് കൊടുത്തില്ലെങ്കിൽ പോലും അതിഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ലാലേട്ടൻ ഇമോഷണലായിട്ട് കണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം മോഹൻലാലിൻ്റെ നല്ല ചിത്രം നിറഞ്ഞ സദസ്സിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ കണ്ടിട്ട് ഒരു സംതൃപ്തി ലഭിക്കുന്നത്. കാരണം മുൻ ചിത്രം ഒരുപാട് ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു, അതെല്ലാം പരാജയപ്പെട്ടിരുന്നു. ഒരു ഫാൻ ചിത്രത്തിൽ പോലും എനിക്ക് നിരാശയായിരുന്നു എല്ലാ ചിത്രങ്ങളും സമ്മാനിച്ചു. പക്ഷേ നേരിലെല്ലാം കൂടി ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ പ്രിയാമണിയുടെ ഡയലോഗ് പറയുന്നുണ്ട്, ഐ ആം ഹാപ്പി യു ആർ ബാക്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ഡയലോഗ് തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നതിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇനിയുമുള്ള ചിത്രങ്ങളെല്ലാം അതിൽ ലെവലിൽ ഒരു പടി മുമ്പിൽ തന്നെയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ കൊടുങ്കാറ്റിന് മുമ്പിൽ ശാന്തത തന്നെയാണ് നേരെന്ന് പറഞ്ഞ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി വരാനുള്ള ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് ലൈനപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയക്കോട്ടെ വാലിബനാണെങ്കിൽ ഏത് ചിത്രം എടുത്ത് നോക്കിയാലും ലാലേട്ടൻ ഗംഭീരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം തന്നെയാണ് അദ്ദേഹം ഒരുക്കിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിപ്പോൾ അതിന് തുടക്കം തന്നെ നേരെന്ന് പറഞ്ഞ മൂവിയിൽ അത് നേരെ എന്താ പറയുക എല്ലാം കൊണ്ട് ഒരു ഓക്കെ ലെവൽ തന്നെയാണ്. എനിക്കൊരു നെഗറ്റീവായി തോന്നിയതിന് മിസ്കാസ് ചെയ്യാൻ തോന്നുന്നു ശാന്തിനി എന്ന് പറഞ്ഞ കഥാപാത്രം തന്നെയാണ്. അവർ ചില ഭാഗത്ത് എങ്കിലും നല്ല ഓവർ റേറ്റിംഗ് ആയിരുന്നു. ഒട്ടും തന്നെ ഒരു എന്താ പറയുക ഒരു കണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആ കഥാപാത്രം. വേറെ എല്ലാ വ്യക്തികളാണ് ചെയ്തെങ്കിൽ പക്ഷേ നല്ല പോസിറ്റീവായിട്ട് എടുക്കാൻ സാധിച്ചായിരുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് എടുത്ത് പറഞ്ഞാൽ മറ്റൊരു ഘടകമായിട്ട് പറയാനുള്ളത് വില്ലനകത്ത് ലഭിച്ചൊരു കഥാപാത്രമുണ്ട്. ആ ചെക്കൻ്റെ മോന്ത കിട്ടൊന്ന് കൊടുക്കാൻ തോന്നും. കാരണം അത്രയും നല്ല ഇത് തന്നെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് എടുത്ത് പറയാൻ പേരറിയാത്ത എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഓക്കെ ലെവൽ ചെയ്തു. എല്ലാം കൊണ്ട് തന്നെ മസ്റ്റ് വാച്ചിങ് അല്ലെങ്കിൽ നേരെന്ന് പറഞ്ഞ ചിത്രം എന്താ പറയുക കണ്ണ് നിറഞ്ഞ് കാണാണ്ട് അല്ലെങ്കിൽ കൈയടിക്കേണ്ട ഒരുപാട് രംഗമുള്ള ചിത്രം തന്നെയാണ്. ഒരു ഇമോഷൻസ് ഡ്രാമ, അതായത് ഒരു സാധാരണ ഒരു നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അതായത് ഒരു റേപ്പ് ചെയ്യപ്പെടുമ്പോഴുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് അതിൽ സിനിമാറ്റിക് എന്ന രീതിയിൽ തന്നെ ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. കാരണം ഒരു സാധാരണ ഒരു കേസ് നടക്കുന്ന കോടതിയിൽ എങ്ങനെയാണ് ബാധം സംഭവിക്കുക കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവായിട്ട് എടുത്ത് പറയേണ്ട പല പല ഘടകങ്ങളും തന്നെ ചിത്രത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു ഘടകമായിട്ട് ഇതിൽ അവസാന ഭാഗത്ത് ഒരു മീഡിയ ക്യാമറ മറയ്ക്കുന്ന ഭാഗമായി കാണിക്കുന്നുണ്ട്. അതിന് സമൂഹം അല്ലെങ്കിൽ ജിത്തുവിൻ്റെ നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം ഒരുക്കി വെച്ചത്. കാരണം ഇങ്ങനെയാണ്, കാരണം പല പല സ്ഥലത്തും മീഡിയ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം, അല്ലാണ്ട് മീഡിയ അടക്കള വരെയും കയറി ചെല്ലേണ്ട ലൈസൻസ് അല്ല മീഡിയ എന്നുള്ള ചിന്താഗതിയോട് തന്നെയാണ് ചിത്രം അവസാനിപ്പിക്കുന്നത്. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഒരുക്കി വെച്ചത്. ഇനിയും ഇതുപോലുള്ള ചിത്രങ്ങൾ ജിത്തു ജോസഫിൻ്റെ കയ്യിൽ കിട്ടിയിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അതുപോലെ തന്നെ നേരെന്ന പാടുള്ള നിങ്ങൾ കണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. എന്താണ് നേരിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് നമ്പർ എനിക്ക് അതായിരിക്കും. ബൈ ബൈ ഫ്രണ്ട്സ്.